ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ഒരേ മുറിയിൽ അന്യരെപ്പോലെ കഴിഞ്ഞുകൂടുന്നവരാണോ നിങ്ങൾ? എന്നിട്ട് എന്താണ് ഈ ജീവിതത്തിൽ നിന്നും നിങ്ങൾ നേടിയത്? പല വീടുകളിലും ഇങ്ങനെ അന്യരെപ്പോലെ കഴിഞ്ഞുകൂടുന്ന മനുഷ്യരുണ്ട്. സ്നേഹമോ സംസാരമോ ഇല്ലാതെ വെറും കടമകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ. പുറമേ കാണുന്നവർക്ക് നിങ്ങളുടേത് ഒരു മാതൃകാ കുടുംബമായിരിക്കാം. പക്ഷേ ഉള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ മൗനത്തിന് മരണത്തേക്കാൾ വലിയ തണുപ്പുണ്ട്, അല്ലേ? ഒരേ സോഫയിൽ ഒരേ മുറിയിൽ ഇരിക്കുമ്പോഴും നിങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് മൈലുകളോളം ദൂരമുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യമുണ്ട്. എന്നിട്ടും ആരെ ബോധ്യപ്പെടുത്താനാണ് സ്വന്തം ഇഷ്ടങ്ങളെയും വ്യക്തിത്വത്തെയും എന്നേക്കുമായി കുഴിച്ചു മൂടിയിട്ട് നിങ്ങളിങ്ങനെ വെറുപ്പോടെ ജീവിച്ചു തീർക്കുന്നത്? ഒരേ വീട്ടിൽ അന്യരെപ്പോലെ കഴിഞ്ഞ് ആരോടും മിണ്ടാതെ ഉള്ളിൽ നീറിപ്പുകഞ്ഞ് സമൂഹത്തിനു മുൻപിൽ സന്തോഷം നടിച്ച് എത്ര കാലം നിങ്ങളിങ്ങനെ ഈ അഭിനയം തുടരും? പലരും പറയുന്നത് കേൾക്കാം, കുട്ടികൾക്ക് വേണ്ടിയാണ് എല്ലാം സഹിക്കുന്നത്, അവർക്ക് വേണ്ടിയല്ലേ ജീവിക്കേണ്ടത് എന്നൊക്കെ. എന്നാൽ സ്നേഹമില്ലാത്ത, പരസ്പരം വെറുക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടു വളരുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നത് വലിയൊരു ട്രോമയാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മക്കൾക്ക് വേണ്ടി നിങ്ങൾ നൽകേണ്ടത് നിങ്ങളുടെ കണ്ണുനീരും സഹനവുമല്ല, മറിച്ച് സന്തോഷമുള്ള ഒരു അച്ഛനെയോ അമ്മയെയോ ആണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതാണ് നിങ്ങളുടെ മക്കൾ കാണാൻ ഇഷ്ടപ്പെടുന്നത്. പുകയുന്ന ഒരു വലിയ വീടിനുള്ളിൽ ശ്വാസം മുട്ടി ജീവിക്കുന്നതിനേക്കാൾ അവർക്ക് നല്ലത് സമാധാനമുള്ള 2 ചെറിയ വീടുകളിൽ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ്. അതുപോലെ മറ്റു ചിലർ പറയും, ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ എന്തു മാറ്റം വരുത്താനാണ്? അങ്ങനെയായാൽ മറ്റുള്ളവർ എന്തു വിചാരിക്കും? അതുകൊണ്ട് ഈ ശ്വാസം മുട്ടൽ സഹിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് എന്ന്. എപ്പോഴും ഓർക്കുക, ചുറ്റുമുള്ളവർ എന്തു പറയും എന്ന പേടിയിൽ സ്വന്തം ജീവിതം ഇങ്ങനെ ഹോമിച്ചുകൊണ്ട് മറ്റാരോ എഴുതിയ തിരക്കഥയിൽ അഭിനയിച്ചു തീർക്കാനുള്ളതല്ല. ഒത്തുപോകാൻ കഴിയാത്ത ഇടങ്ങളിൽ നിന്ന് അന്തസ്സോടെ മാറി നിൽക്കുന്നത് ഒരു തെറ്റല്ലെന്ന് തിരിച്ചറിയുക. മറിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങളെടുക്കുന്ന ഏറ്റവും ധീരമായ തീരുമാനമാണത്. അതുപോലെ തുടരാൻ കഴിയാത്തൊരു ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു യുദ്ധം ചെയ്യലല്ല. പരസ്പരം വെറുത്തുകൊണ്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ആകണം വേർപിരിയൽ എന്ന് നിർബന്ധവുമില്ല. അത് പക്വതയുള്ള 2 മനുഷ്യരുടെ അന്തസ്സുള്ള തീരുമാനമായിരിക്കണം. അവിടെ ആരും തോൽക്കുന്നില്ല, പകരം 2 പേരും തങ്ങളുടെ സമാധാനം വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അത് വലിയ തർക്കങ്ങളിലേക്കും പകയിലേക്കുമൊക്കെ ചെന്നെത്തുന്നത് കാണാം, അല്ലേ? ആ തർക്കങ്ങൾക്കിടയിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയമാണ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സമാധാനത്തോടെ ജീവിക്കേണ്ട മനോഹരമായ നിമിഷങ്ങളാണ് അവിടെ ഇല്ലാതാകുന്നത് എന്നതല്ലേ സത്യം? ഓരോരുത്തരും വരുന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നാണ്. എൻ്റെ ശരികളാവില്ല നിങ്ങളുടെ ശരികൾ, നിങ്ങളുടെ ശരികളാവില്ല എൻ്റേത്. അങ്ങനെ ആ ശരികൾ തമ്മിൽ അല്പം പോലും പരസ്പരം ഒത്തുപോകില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ അന്തസ്സോടെ ആ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. അത് വലിയ യുദ്ധങ്ങൾക്കോ ബഹളങ്ങൾക്കോ ഉള്ള വഴിയല്ല, മറിച്ച് സമാധാനത്തിലേക്കുള്ള വാതിലാണ് എന്ന തിരിച്ചറിവ് വേണം. പരസ്പരം മിണ്ടാതെയും വെറുപ്പ് കടിച്ചു പിടിച്ചും കഴിയുമ്പോൾ അവിടെ ജീവിതമല്ല, മറിച്ച് ശ്വാസം മുട്ടലാണ് സംഭവിക്കുന്നത്. ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ഒരേ മുറിയിൽ 2 അന്യരെപ്പോലെ കഴിയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് 2 വീടുകളിൽ സുഹൃത്തുക്കളായിരിക്കുന്നത്. അതിന് ആദ്യം വേണ്ടത് പരസ്പരമുള്ള ബഹുമാനമാണ്. ഒരേ വീട്ടിൽ ശത്രുക്കളായി തുടരുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് എപ്പോഴെങ്കിലും കാണുമ്പോൾ പരസ്പരം പുഞ്ചിരി നൽകാൻ കഴിയുന്നത്, അല്ലേ? ഒരു സൗഹൃദ സംഭാഷണത്തിന് ഇടം ബാക്കി വെച്ച് പിരിയുന്നത് വലിയൊരു പക്വതയാണ്. എപ്പോഴും ഓർക്കുക, കടന്നു പോകുന്ന ഓരോ നിമിഷവും പരസ്പരം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ളതാണ്. അവിടെ സ്നേഹത്തിന് പകരം വെറുപ്പും മൗനവുമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആരെയും ഉപദ്രവിക്കാതെയും പറ്റിക്കാതെയും സ്വന്തം സമാധാനം കണ്ടെത്താൻ ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ അവകാശമുണ്ട്. ചുറ്റുമുള്ളവർ എന്തു പറയും എന്ന പേടിയിൽ സ്വന്തം ജീവിതം ഇങ്ങനെ ഹോമിച്ചു കളയരുത്. ഒത്തുപോകാൻ കഴിയാത്ത ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് ഒരു കുറ്റമല്ല, മറിച്ച് നിങ്ങളെടുക്കുന്ന ഏറ്റവും ശക്തമായ തീരുമാനമാണത്. ആരെയും പറ്റിക്കാനല്ല, മറിച്ച് സ്വയം വഞ്ചിക്കാതിരിക്കാനാണ്
നിങ്ങൾ ആ തീരുമാനമെടുക്കുന്നത്? ജീവിതം ഒന്നേയുള്ളൂ, അത് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു നാടകമാക്കി മാറ്റരുത്. ശ്വാസം മുട്ടിക്കുന്ന ബന്ധങ്ങളിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് സമാധാനത്തോടെ ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്നത്. ഇനി സമാധാനത്തോടെ ഒന്ന് ശ്വാസം എടുക്കൂ. കാരണം സമാധാനമാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും സമ്പത്തും.